ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനുജത്തി നിനക്കായി എന്ന വൈഖ IPS തുടർച്ചയാണ്. അതിൻ്റെ 10ാമത്തെ അധ്യായമാണ്. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തിട്ട് കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. വൈഖ IPS അനുജത്തി നിനക്കായി അധ്യായം 10 നോവൽ തുടർച്ച. ഹായ്, നീ ചത്തില്ലേ? ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? വിഷ്ണുനാഥൻ അമ്പരപ്പോട് ചോദിച്ചു. ഞാൻ ചത്തില്ല, നിന്നൊന്ന് കാണണം. നീ തിരക്കിലാണോ? അല്ലടി, പറഞ്ഞോ. ഐ വാണ്ട് യുവർ ഹെൽപ്പ്. എന്ത് ഹെൽപ്പ്? എന്തായാലും ഞാൻ റെഡി, നീ വന്നോ. വിനീഷിന് അത്യുത്സാഹമായി. എടോ, ഞാനിവിടെ ഉണ്ട്, നിൻ്റെ ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിൽ. നീ ഇങ്ങോട്ട് വാ, ഐ എം വെയിറ്റിംഗ് ഫോർ യു. രശ്മി ശബ്ദത്തിൽ ഇത്തിരി കുസൃതിയും സ്നേഹവും കലർത്തി. ഓ മൈ ഗുഡ്നസ്, നീ എത്തിയോ? വിനീഷ് കുതിച്ച് താഴേക്ക്. ഞാനിത് എത്തിക്കഴിഞ്ഞു. രശ്മി ശബ്ദമില്ലാതെ ചിരിച്ചു. അധ്യായം 15. എന്താണ്, നിനക്ക് എന്താ ഹെൽപ്പാണ് വേണ്ടത്? ഡോക്ടർ വിഷ്ണുനാഥ് വന്ന പാടെ രശ്മിയുടെ തോളത്ത് ഒരടി വെച്ചു കൊടുത്തു. തമാശയും സ്നേഹവും വിരൽത്തുമ്പിൽ ചേർത്ത അടി. പക്ഷേ രശ്മിക്ക് നൊന്തു. കണ്ണുകളിൽ ആ വേദന പ്രതിഫലിച്ചു. എങ്കിലും അവളത് കാര്യമാക്കില്ല. പറയാം, നീ വാ. രശ്മി റിസപ്ഷൻ്റെ ഏരിയയിൽ നിന്നും അല്പം മാറി നിന്നു. വിനീഷ് അവളോട് ചേർന്ന് നടന്നു. എപ്പോഴും പ്രസരിപ്പ് നിറഞ്ഞ സ്വഭാവമാണ് ഡോക്ടർ വിനീഷിന്. തരക്കേടില്ലാത്ത സൗന്ദര്യമുണ്ട്, ഉയർന്ന പേഴ്സണാലിറ്റി. അച്ഛനും അമ്മയും ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ്. സാധാരണ നിലയിൽ അവനെപ്പോലെ ഒരുത്തൻ്റെ പ്രേമം നിരസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രശ്മി നിരസിക്കാൻ കാരണം അവൻ്റെ ബഹളമായ പെരുമാറ്റം തന്നെയാണ്. കൂടെ പഠിച്ച ഏത് പെൺകുട്ടിയുടെയും ചുമലിൽ കൈയിടാനും തോളത്തടിക്കാനും മടിയില്ലാത്ത ഈ സ്വഭാവം തന്നെ. പറയടി, ഞാൻ എന്ത് വേണം? കാഷ്വാലിറ്റിക്കപ്പുറത്ത് ഭിത്തിക്കരികിൽ നടത്തം നിർത്തിയെന്ന് രശ്മിക്ക് മുമ്പിൽ തൊട്ട് അവൻ ചോദിച്ചു. ഇന്ന് ഞാൻ ഇവിടെ വെച്ച് 2 പേരെ കണ്ടു. ഒന്ന് ഷാനു പ്രസാദ്, രണ്ടാമത്തെ ആൾ വൈഖ IPS. യെസ്, അവളിവിടെ എന്തിനു വന്നു? അതാണ് എനിക്കറിയേണ്ടത്. എന്നുവെച്ചാൽ അവരെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് വന്നതാണോ? ഏത് ഡോക്ടറെ കണ്ടത്? അവർ രണ്ടാളും ഒരു ഡോക്ടറെയാണോ കാണുന്നത്? അതോ 2 ഡോക്ടർമാരെയോ? ഡോക്ടേഴ്സിനെ കാണാനാണ് വന്നതെങ്കിൽ എന്താണ് അസുഖം? അതല്ലെങ്കിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഏതെങ്കിലും പേഷ്യൻറ്റിനെ കാണാനാണോ അവർ വന്നത്? ഒറ്റ ശ്വാസത്തിൽ രശ്മി പറഞ്ഞു. ഇതൊക്കെയാണ് അറിയേണ്ടത്, അല്ലേ? വിനീഷ് താടി ഒന്ന് ചൊറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഡോക്ടർ രശ്മി തന്നെയല്ലേ? എന്താ? രശ്മി അമ്പരന്നു. അല്ല, ഡോക്ടർ പണിയൊക്കെ കളഞ്ഞിട്ട് വല്ല IPS എടുത്ത് പോലീസിൽ ചേർന്നു എന്ന് അറിയാനാ. ഞാൻ ഡോക്ടർ രശ്മി തന്നെ, MBBS കളഞ്ഞിട്ടില്ല. പിന്നെന്തിനാണ് ഈ ഗവേഷണം? വൈഖ IPS എൻ്റെ ഒരു ശത്രുവാണ്. അവളിപ്പോൾ അന്വേഷിക്കുന്ന ഒരു കൊലക്കേസിൽ ഉൾപ്പെട്ട കക്ഷിയാണ് ഷാനു പ്രസാദ്. വൈഖ IPSുമായിട്ട് എന്താ ശത്രുത? ഡോക്ടർ വിനീഷ് വിടാൻ ഭാവമില്ലായിരുന്നു. അത് രശ്മി ഒരു സെക്കൻഡ് ആലോചിച്ചു. കാർത്തികുമായി വിവാഹം നിശ്ചയം നടത്തിയതും കാർത്തിക് അത് നിരസിച്ച് മാറിയതും അതിൻ്റെ ഇച്ഛാഭംഗവും ഒക്കെ രശ്മി സമർത്ഥമായി മറിച്ചു. എന്നിട്ട് വൈഖയുടെ കേസ് മാത്രം എടുത്തു. അവൾ അന്വേഷിക്കുന്ന ഒരു കേസിലെ 2 പ്രതികൾ വെടിയുണ്ടയേറ്റ മുറിവായിട്ട് രാത്രിയിൽ വീട്ടിൽ വന്നു. ഞാൻ ആ കേസ് അറ്റൻഡ് ചെയ്തു. അന്ന് സംഭവിച്ചതെല്ലാം അവൾ വിനീഷിനോട് വിശദീകരിച്ചു. പക്ഷേ ആ കേസിൽ അവൾ എന്നെയും എൻ്റെ പാവം അമ്മയും അറസ്റ്റ് ചെയ്ത് പാതിരാത്രിക്ക് പോലീസ് സ്റ്റേഷനിലിട്ടു. അതിൻ്റെ പകയാണല്ലേ? അതിന് പക തോന്നണ്ടേ വിനീഷ്? വേണം, വിനീഷ് തറപ്പിച്ച് പറഞ്ഞു. അവളെ കുഴിയിലാക്കാൻ ഒരു പോയിന്റ് കിട്ടാൻ ഞാൻ പാടുപെടുകയാണ്. നമുക്ക് നോക്കാടി, വിനീഷ് പറഞ്ഞു. നിനക്കൊരാവശ്യം വന്നാൽ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടുത്തെ ഡോക്ടറായിട്ടിരിക്കുന്നത്? താങ്ക് യുടാ. രശ്മി കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചു. നീ വാടി. വിനീഷ് റിസപ്ഷൻ്റെ ഭാഗത്തേക്ക് നീങ്ങി. രശ്മി അവനെ പിന്തുടർന്നു. തൊല്ലപ്പുറത്ത് പില്ലെറിഞ്ഞ് മറിഞ്ഞു നിൽക്കുകയായിരുന്നു ജ്യോതീന്ദ്രൻ, അഖിലിൻ്റെ സുഹൃത്ത്. അവൻ അച്ഛനെ കാണാൻ വന്നതാണ്. ഡോക്ടർ ഹരിലാലിനെ കണ്ട് കാര്യം പറഞ്ഞിട്ട് തിരിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് ഇവരെ കണ്ടത്. ഡോക്ടർ രശ്മിയെ അഖിൽ മുമ്പ് കാട്ടിക്കൊടുത്തിട്ടുണ്ട്. വൈഖയ്ക്കുള്ള രശ്മിയുടെ ശത്രുതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വൈഖയും ഷാനു പ്രസാദും ഇന്ന് ഹോസ്പിറ്റലിൽ വന്നതിനെക്കുറിച്ച് ഡോക്ടർ ഹരിലാലിൽ നിന്നും അല്പം മുമ്പ് അറിയുകയും കൂടി ചെയ്തതാണ്. ജ്യോതീന്ദ്രൻ അവരെ വാച്ച് ചെയ്തു. അവിടെ നിന്നും അല്പം കൂടി മാറി റിസപ്ഷൻ ഭാഗം ശരിക്കും കാണാവുന്ന വിധം മറഞ്ഞു നിന്ന് ജ്യോതീന്ദ്രൻ മൊബൈലിൽ വൈഖയുടെ നമ്പർ എടുത്തു. ഹോസ്പിറ്റലിൽ നിന്നും വൈഖ അമ്പാടിയിലെത്തി ഹാളിലേക്ക് കയറിയതേ ഉള്ളൂ. അപ്പോഴാണ് ജ്യോതീന്ദ്രൻ്റെ കോള്.
ജ്യോതി പറഞ്ഞോളൂ. വൈകി കോൾ അറ്റൻഡ് ചെയ്തു. മാഡം പോയ പുറകെ ഡോക്ടർ രശ്മി ഇവിടെ വന്നു. അവളെന്തിനാ ഇവിടെ വന്നത്? ഇവിടെ ENTയിലെ പുതിയ ഡോക്ടർ വിഷ്ണുനാഥിനെ കാണാനാണ്. അവർ ഈ കൂടിക്കാഴ്ചയിൽ എന്തോ പന്തികേട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എന്താ ജ്യോതി? റിസപ്ഷനിൽ ചെന്ന് അവരെന്തോ തിരയുകയാണ്. ആറ്റിൽ നിന്നും കിട്ടിയ അഴുകിയ ബോഡി മിത്രയുടേതല്ലെന്നും ഫോറൻസിക് റിസൾട്ട് വന്നതുമായി ബന്ധപ്പെട്ട അമ്പാടിയുടെ മുറ്റത്ത് കൊടികുത്തി ബഹളം വെച്ച പൗരസമിതിക്ക് പിന്നിൽ ഡോക്ടർ രശ്മിയാണെന്നും അഖിൽ എന്നോട് പറഞ്ഞിരുന്നു. മാഡം ഇവിടെ വന്നതും രശ്മി ഡോക്ടർ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മിത്ര എവിടെങ്ങാനും ഉണ്ടോ എന്ന അന്വേഷണമായിരിക്കാം റിസപ്ഷനിൽ നടക്കുന്നതെന്നാണ് എൻ്റെ സംശയം. താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ ജ്യോതി. ഞാൻ ഡോക്ടർ ഹരിലാലിനെ വിളിച്ചോളാം. വേണ്ടത് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. ജ്യോതീന്ദ്രൻ കോൾ കട്ടാക്കി. വൈക മൊബൈൽ ഓഫാക്കി മുഖമുയർത്തുമ്പോൾ മുകളിൽ നിന്നും സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നു പ്രതാപൻ. മോളെ, എന്തായി കാര്യങ്ങൾ? ആ ഷാനുപ്രസാദ് വന്നോ? വൈകിട്ട് അടുത്ത് വന്ന് ദേവികയോ ഈശ്വരിയോ അവിടെ ഉണ്ടോ എന്ന് നോക്കി പ്രതാപൻ ചോദിച്ചു. അമ്മയും അച്ഛമ്മയും എവിടെയെന്ന് നോക്കിയിരുന്നു വൈകിയും. അവർ രണ്ടാളും അടുക്കളയിൽ മേരിയുടെ അടുത്താണെന്ന് മനസ്സിലായതോടെ വൈക പ്രതാപൻ്റെ കയ്യിൽ പിടിച്ച് പിൻവരാന്തയുടെ ഭാഗത്തേക്ക് നടന്നു. അങ്കിൾ വന്നേ. എന്താ മോളെ? അവളുടെ ധൃതി കണ്ട് പ്രതാപൻ ചോദിച്ചു. ആ പയ്യൻ വന്നില്ലേ? അവൻ വന്നെങ്കില്. എന്നിട്ട് അവനെക്കൊണ്ട് എത്ര പ്രയോജനപ്പെടുമെന്നറിയില്ല. അത് പിന്നെ നോക്കാം. ഇപ്പോൾ അതല്ല പ്രശ്നം. അങ്കിളും ആൻറ്റിയും കൂടി ഈ സെക്കൻഡിൽ തന്നെ പുറപ്പെടണം ഹോസ്പിറ്റലിലേക്ക്, വൈക പറഞ്ഞു. അതെന്തിന്? പ്രതാപൻ അമ്പരന്നു. അതൊക്കെ പിന്നീട് വിശദീകരിക്കാം. ഇപ്പോൾ ടൈമില്ല അങ്കിൾ. നമ്മൾ പാർട്ടാകുന്ന ഡ്രാമയുടെ ഭാഗമാണെന്ന് മാത്രം പറയാം, വൈക തുടർന്നു. അങ്കിൾ ഇവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത മാതാ ഹോസ്പിറ്റലിൽ എത്താൻ മാക്സിമം കുറച്ചെടുക്കുന്ന ടൈം. അത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള സമയം. ഡ്രസ്സൊന്നും മാറ്റണ്ട, ഒരുങ്ങുകയും വേണ്ട. ആൻറ്റി ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഉണ്ട്, ഡിസ്ചാർജ് ആയിട്ടില്ല. അതാണ് നമ്മൾ ഭാവിക്കേണ്ടത്. പ്രതാപൻ്റെ കാര്യം മനസ്സിലായി. അയാൾ രേണുകയെ വിളിച്ചു. വേഗം കാറിറക്കി. തനിക്ക് പറ്റാവുന്നത്ര സ്പീഡിൽ അയാൾ വണ്ടി വിട്ടു. പ്രസാദ് പത്തനാടൻ, ഓമന പത്തനാടൻ, ഷാനു പ്രസാദ് പത്തനാടൻ ഫ്രം മുളന്തുരുത്തി. ഇവരാരെങ്കിലും ഇന്നിവിടെ വന്ന് ചീട്ടെടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ഏത് ഡോക്ടറെയാണ് കണ്ടെന്നും പറയണം. ഡോക്ടർ വിനീഷ് നാഥൻ റിസപ്ഷൻ അപ്പുറത്ത് OP രജിസ്ട്രേഷൻ കൗണ്ടറിലിരുന്ന് ശില്പയോട് പറഞ്ഞു. നോക്കാം സാർ. ശില്പ ഭവ്യതയോടെ പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്തു. ഷാനു പ്രസാദ് സൺ ഓഫ് പ്രസാദ് പത്തനാടൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാർ. ഓ. വിനീഷിൻ്റെ അടുത്ത് ഉത്കണ്ഠയോടെ നിന്നിരുന്ന ഡോക്ടർ രശ്മി ചോദിച്ചു. ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്തത്? ഡോക്ടർ അനിൽ രാജൻ, ശില്പ പറഞ്ഞു. സൈക്കോളജിസ്റ്റാണ്, വിനീഷ് പറഞ്ഞു. എന്നിട്ട് രശ്മിയോട് ചോദിച്ചു, ആൾക്ക് സൈക്കിക് പ്രോബ്ലം ഉള്ളയാളാണോ? ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാണ്? രശ്മി പുഞ്ചിരിച്ചു. അവൻ്റെ കാമുകി കൊല്ലപ്പെട്ടു. അതിൻ്റെ പേരിൽ പോലീസ് നിരന്തരം വേട്ടയായിരുന്നു. സൈക്കിക് പ്രോബ്ലം ഉണ്ടാകാതിരുന്നല്ലേ അത്ഭുതമുള്ളൂ. ശരി, വിനീഷ് സമ്മതിച്ചു. അടുത്ത ആളിൻ്റെ പേരെന്താ? വൈഗ IPS, രശ്മി പറഞ്ഞു. വൈഗ IPS. ശില്പ വീണ്ടും തിരഞ്ഞു. ആ പേര് ഫയലിലില്ല. രശ്മിയുടെ നെറ്റി ചുളിഞ്ഞു. ദേവിക സത്യദാസ്, ഈശ്വരി, ഇതിലേതെങ്കിലും പേരുണ്ടോ നോക്ക്. ഇല്ല, ശില്പ പറഞ്ഞു. പെട്ടെന്ന് ശില്പ ഉള്ളിലോർത്തു. അല്പം മുമ്പ് ഡോക്ടർ ഹരിലാൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി റൂമിൽ നിന്നും വിളിച്ചതും പറഞ്ഞതും. വൈഗ IPS ഇവിടെ എന്തിനു വന്നുവെന്ന് ഡോക്ടർ വിനീഷ് ചോദിച്ച റൂം നമ്പർ 215 വന്നതാണെന്ന് പറയണം എന്ന് ശില്പ ഡോക്ടർ വിനീഷിനോട് പെട്ടെന്ന് പറഞ്ഞു. അവർ വന്നത് 215 അഡ്മിറ്റ് ആയിരിക്കുന്ന അവരുടെ ആൻറ്റി രേണുക പ്രതാപനെ കാണാനാണ് സാർ. രേണുക പ്രതാപൻ? അതാരാ രശ്മി? ഓ, അത് വൈകിയുടെ ആൻറ്റിയാണ്. അവർക്കെന്ത് പറ്റി? അവർ ഡോക്ടർ ഹരിലാലിൻ്റെ പേഷ്യൻ്റാണ് സാർ, ശില്പ പറഞ്ഞു. രശ്മിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. SP ഓഫീസിൽ നിന്നറിഞ്ഞത് രേണുകയുടെ മകൻ അഖിലാണ് ദഹയെ കൊന്നതെന്നാണ്. ആ കുറ്റത്തിന് അറസ്റ്റിലുമാണ്. അപ്പോൾ പിന്നെ വൈകി എന്തിന് അവൻ്റെ അമ്മയെ കാണാൻ വരണം? എന്തോ കുഴപ്പമുണ്ട്. രശ്മി മൊബൈലെടുത്തു. സാജ, ആ രേണുകയ്ക്ക് എന്താണ് അസുഖം? അവരുടെ അഡ്മിറ്റാണല്ലോ. ഏയ്, അല്പം മുമ്പ് ഞാൻ അമ്പാടിയിലേക്ക് വിളിച്ചപ്പോൾ രേണുകാൻ്റെയാണല്ലോ അറ്റൻഡ് ചെയ്തത്, സാജൻ തുറന്നു. വൈക ഹോസ്പിറ്റലിൽ വന്നെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് അസുഖം വല്ലതുമായിട്ടാണെന്ന് ഇവിടെ അമ്മയ്ക്ക് പേടി. അതാണ് ഞാൻ വിളിച്ചത്. അവർ തന്നെയാണ് എടുത്തത്. ഉറപ്പാണോ? ഉറപ്പാ. ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെയാണ് പേര് പറഞ്ഞത്. മുത്തശ്ശിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറ്റില്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. രേണുകാൻ്റെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ
ഇവിടെ റൂം നമ്പർ 215 അഡ്മിറ്റ് ആയിരിക്കുന്ന ആരാ? അതാരാ? സാജന് വമ്പരുന്നു. രശ്മി വിവരം വിനീഷിനോട് പറഞ്ഞു. എങ്കിൽ പിന്നെ അതിനുള്ളിൽ ആരാന്നൊന്ന് അറിഞ്ഞിട്ട് തന്നെ മതി. വിനീഷ് രശ്മിയും കൂട്ടി ലിഫ്റ്റിലേക്ക് കയറി റൂം നമ്പർ 215 മുമ്പിലെത്തി. ആ റൂം അടച്ച് പുറത്തുനിന്നും പൂട്ടിയിട്ടിരിക്കുന്നു. രശ്മി അമ്പരപ്പവും സംശയം കൊണ്ട് വല്ലാതെ ഞെട്ടിച്ചുടിച്ചു. ഡോക്ടർ വിനീഷ് ആ ഫ്ലോറിൻ്റെ അങ്ങേയറ്റത്തേക്ക് നടന്നു സിസ്റ്റർമാരുടെ ഡ്യൂട്ടി റൂമിലേക്ക്. സിസ്റ്റർ റൂബി റൂമിലുണ്ടായിരുന്നു. ആ 215 ഏത് പേഷ്യൻ്റാണ്? രേണുക പ്രതാപൻ ഒട്ടും സംശയിക്കാതെ സിസ്റ്റർ റൂബി പറഞ്ഞു. അവരതിലില്ലല്ലോ, റൂം പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. അവർ സ്കാനിങ് റൂമിലുണ്ടാവും, കുറച്ച് നേരമായി പോയിട്ട്. സിസ്റ്റർ ഒട്ടും ആലോചിക്കാതെ പെട്ടെന്ന് പറഞ്ഞു. അത് ശരി. ഡോക്ടർ വിനീഷ് തിരിച്ചു നടന്നു, കൂടെ രശ്മിയും. ഇരുവരും 215 സമീപത്തേക്ക് വരുമ്പോൾ കണ്ടു അങ്ങേയറ്റത്തെ ലിഫ്റ്റ് റൂം തുറന്ന് ഒരു സ്ട്രെച്ചർ മുമ്പോട്ട് വരുന്നു. അത് നിന്നത് റൂം നമ്പർ 215 മുമ്പിൽ. അതിൽ കിടന്നിരുന്നത് രേണുകയായിരുന്നു. അത് തള്ളിക്കൊണ്ടുവന്ന അറ്റൻഡറുടെ കൂടെ പ്രതാപനുണ്ടായിരുന്നു. പ്രതാപൻ കീയെടുത്ത് ഡോറ് തുറന്നു. സ്ട്രെച്ചറും അറ്റൻഡറും ഉള്ളിൽ കടന്ന് കൂടെ പ്രതാപനും. രേണുകയെ ബെഡിലേക്ക് കിടത്തിയിട്ട് അറ്റൻഡർ സ്ട്രെച്ചറുമായി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വാതിലിനപ്പുറത്ത് അന്തം വിട്ടതുപോലെ നിൽക്കുന്ന രശ്മിയെയും കൂടെയുള്ള ഡോക്ടറെയും പ്രതാപൻ ശ്രദ്ധിച്ചതേയില്ലെന്ന് ഭാവിച്ച് വാതിലടച്ച് അകത്തുനിന്ന് കുറ്റിയിട്ടതും പ്രതാപൻ ബെഡിൻ്റെ അരികിലേക്ക് ചെന്നു. രേണുക ധൃതിയിൽ എഴുന്നേറ്റിരുന്നു. ആദ്യം ഇരുവരും നിശ്വസിച്ചു, പിന്നെ ഇരുവരും ചിരിച്ചു. താഴെ കാറിൻ്റെ അടുത്ത് തിരികെ എത്തിയിട്ട് രശ്മിയുടെ മുഖം തെളിഞ്ഞില്ല. അവളുടെ നെറ്റി ചുളിഞ്ഞു തന്നെയായിരുന്നു. നിന്റെ സംശയം ഇനിയും തീർന്നില്ലടി, ഡോക്ടർ വിനീഷ് അവളുടെ തോളിൽ ചെറുതായി അടിച്ചുകൊണ്ട് ചോദിച്ചു. എന്തോ എവിടെയോ നമുക്ക് പാളിയിട്ടുണ്ട്, രശ്മി പറഞ്ഞു. ഒന്നുമില്ല, ഒക്കെ നിന്റെ തോന്നല, വിനീഷ് പറഞ്ഞു. രശ്മിയുടെ മുഖത്ത് നിഴൽപ്പാട് മാറിയില്ല. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? നിന്റെ ശത്രു ആ IPSനോട് പക തീർക്കണം, അത്രയല്ലേ വേണ്ടൂ? വഴിയുണ്ടടി, ഞാനില്ലേ കൂടെ. അവളുടെ മനോഹരമായ മുഖത്ത് നോക്കി മനോഹരമായി തന്നെ ചിരിച്ചുകൊണ്ട് വിനീഷ് പറഞ്ഞു. പ്രോമിസ്? അവൾ തൻ്റെ മെലിഞ്ഞു നീണ്ട വളയിടാത്ത വലതുകൈ നീട്ടി അവൻ ഒട്ടും മടിക്കാതെ ആ കൈത്തലം പിടിച്ചു. പ്രോമിസ്. എങ്കിൽ നീ ശ്രദ്ധിക്കണം. ഇനിയും ആ ഷാനുപ്രസാദ് വരുന്ന ദിവസങ്ങൾ, വൈഗ വരുന്നതും ശ്രദ്ധിക്കണം. ഓക്കെ? ഞാനിവിടെ ഉണ്ടല്ലോ, നീ ധൈര്യമായിട്ട് പോകണം. എന്തുണ്ടെങ്കിലും ഞാൻ നിന്നെ വിളിക്കും, പോരെ? മതി. രശ്മി വണ്ടി വിട്ടു. റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അവൾ സാജനെ വിളിച്ചു. അമ്പാടിയിലുണ്ടെന്ന് സാജൻ പറഞ്ഞ രേണുകാന്റി ഇവിടെ ഹോസ്പിറ്റൽ CT സ്കാനിങ്ങിൻ്റെ സെൻറ്ററിലുണ്ടായിരുന്നു. നോ രശ്മി, ഞാൻ ആ ശബ്ദം കേട്ടതാണ്. അവർ തന്നെയാണ് അമ്പാടിയിലെ ഫോൺ അറ്റൻഡ് ചെയ്തത്, സാജൻ തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ അവരെങ്ങനെ വന്നു? അതിലെന്തോ ചുറ്റിക്കളിയുണ്ട് രശ്മി. യെസ്, എനിക്കും അങ്ങനെ ഒരു സ്മെൽ ഫീൽ ചെയ്തു, രശ്മി പറഞ്ഞു. അത് ഞാൻ കണ്ടെത്തും, അതിനുള്ള ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. 2 തവണ വിഡ്ഢിയാവില്ല ഞാൻ. ഇനിയത്തെ തവണ അവൾ വിഡ്ഢിയാകും. അരിശം തീർക്കുന്നത് പോലെ MC റോഡിലൂടെ രശ്മി കാറ് പായിച്ചു. പ്രതാപൻ്റെ വിളിക്കായി വൈഗ അക്ഷമയോടെ അമ്പാടിയിൽ കാത്തിരിക്കുകയായിരുന്നു. എവറിത്തിങ് ഈസ് ഓക്കെ മോളെ, ഒടുവിൽ അയാൾ പറഞ്ഞു. ഡോക്ടർ ഹരിലാലും ജ്യോതീന്ദ്രനും ഇവിടെ എല്ലാ അറേഞ്ച്മെൻറ്റുകളും ചെയ്തിരുന്നുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അങ്കിളും ആൻറ്റിയും കുറച്ച് ദിവസം കൂടി അവിടെ കഴിയേണ്ടി വരും. ശരി മോളെ, ഞാനും രേണുകയും മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾക്കിപ്പോൾ വീട്ടിലായാലും ഇവിടെ ആയാലും എല്ലാം തുല്യമാണ്. ഞാൻ ഇടയ്ക്കിടെ വന്നോളാം അങ്കിളെ. വൈഗ കോള് കട്ടാക്കുമ്പോൾ അമ്പരപ്പോടെ ദേവിക തൊട്ടു മുമ്പിൽ. നീ ആരോടെ സംസാരിച്ചത്? ഏട്ടനോടാണോ? അതെ, വൈഗ സമ്മതിച്ചു. ഏട്ടൻ എവിടെ പോയി? രേണുകേച്ചിനെ ഇവിടെ കാണുന്നില്ലല്ലോ. ആൻറ്റിക്ക് പെട്ടെന്ന് തലയ്ക്കുള്ളിൽ പഴയപടി വേദന ഉണ്ടായി. ഞങ്ങൾ ആൻറ്റിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ, ദേവിക പരിഭ്രമിച്ചു. അമ്മ അറിഞ്ഞാൽ വിഷമിക്കും. പിന്നെ ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ പോയത്. വൈഗ കുറ്റമേറ്റു. ഇതെന്താണിങ്ങനെ? 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നിട്ടും ചേച്ചിങ് വന്നതല്ലേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് തലയ്ക്കുള്ളിൽ വേദന കൂടിയത് എന്തിനാ? CT സ്കാൻ ചെയ്തു, അതിൻ്റെ റിസൾട്ട് ഡോക്ടർ പരിശോധിക്കട്ടെ, എന്നാലേ കാരണം അറിയാൻ പറ്റും. എങ്കിലും നമുക്കങ്ങോട്ട് പോകാം. പാവം ഏട്ടൻ, ചേച്ചിക്കൊരു ജലദോഷപ്പനി വന്നാൽ പോലും പരിഭ്രമിക്കുന്ന ആളാണ്. നമ്മൾ ചെന്നാൽ ഏട്ടനതൊരു ആശ്വാസമാകും. നാളെ പോകാമേ, വൈഗ പറഞ്ഞു. നാളെ എനിക്ക് ജയിലിലൊന്ന് പോകണം, ദേവിക പറഞ്ഞു. ജയിലിലോ? വൈഗ നോക്കി. എന്തിനാണമ്മേ? അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ജയിൽ പുള്ളിയാണെന്ന് കരുതി
നമ്മൾ ആളെ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. ഓ. ദേവികയ്ക്ക് കണ്ണ് നിറഞ്ഞു. വൈക മറുപടി പറഞ്ഞില്ല. വേഗം പുറത്തേക്കിറങ്ങി. തൻ്റെ കണ്ണുകൾ നിറയുന്നത് അമ്മ കാണണ്ട. രാത്രി ലാപ്ടോപ്പിലെ ഫയലുകൾ നോക്കിയായിരുന്നു വൈക. അപ്പോഴാണ് ഡോക്ടർ അനിൽരാജൻ്റെ കോൾ വന്നത്. മാഡം, നാളെ ഉച്ചയ്ക്ക് 2:30 മിത്രയ്ക്ക് വേണ്ടി ഞാനൊരു 2ാം പരീക്ഷണം തുടങ്ങുന്നു. നാളെ? യെസ് മാഡം. വരുമ്പോൾ മിത്രയുടെ പേഴ്സണൽ ലാപ്ടോപ്പ് കൂടി കൊണ്ടുവരണം. കൊണ്ടുവരാം. വൈക സംശയത്തോടെ ചോദിച്ചു. അപ്പോൾ ഇനി ഷാനുവിൻ്റെ ആവശ്യമില്ലേ? ഓഫ് കോഴ്സ്, ഷാനു വരും. അവൻ്റെ പേരൻസ് അവനെ കൊണ്ടുവരും. അവനില്ലാതെ പറ്റില്ല മാഡം. വൈക മറുപടി പറഞ്ഞു. ഡോൺ വറി മാഡം, നമ്മൾ ഈ പ്രശ്നത്തിന് നാളെ ഒരു അവസാനം കാണും. അവസാനോ എന്ന് വെച്ചാൽ? മിത്ര സംസാരിക്കാൻ, രക്ഷപ്പെടാൻ 0.5% സാധ്യതയുണ്ടെങ്കിൽ നാളെ അത് സംഭവിച്ചിരിക്കും. ഇല്ലെങ്കിൽ 1% പോലും പ്രതീക്ഷയില്ലാത്തൊരു ബോഡിയിൽ കുറേ ട്രീറ്റ്മെൻറ്റുകളും മരുന്നുകളും പ്രാർത്ഥനയും എന്തിന്? ഡോക്ടർ പറയുന്നത് വൈകയ്ക്ക് ശ്വാസം തിങ്ങി. ഇഫ് യു ഡോണ്ട് മൈൻഡ്, നന്നായി ചിന്തിച്ചിട്ട് ഒരൊപ്പിട്ടാൽ വെൻറ്റിലേറ്ററിൽ നിന്നും ആ ശരീരം മാറ്റാം. ആ ശ്വാസം അതോടെ നിലയ്ക്കും. മാഡത്തിന് ആ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകാം, സംസ്കരിക്കാം. എല്ലാറ്റിനും ഒരു ഫുൾ സ്റ്റോപ്പ്. ഓക്കെ? വൈകയുടെ കയ്യിൽ നിന്നും മൊബൈൽ ഊർന്നു വീണു. അധ്യായം 16. മാഡത്തിന് ആ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകാം, സംസ്കരിക്കാം. എല്ലാറ്റിനും ഒരു ഫുൾ സ്റ്റോപ്പ്. രാത്രി മുഴുവൻ വൈകയുടെ ചെവിയിൽ ഡോക്ടർ അനിൽരാജൻ്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. ഫുൾ സ്റ്റോപ്പ്. വൈകയ്ക്ക് ഒരു പോള കണ്ണടയ്ക്കാനായില്ല. നാളെ മിത്രയുടെ വിധി നിർണ്ണയിക്കപ്പെടുന്നു. നാളെ സൂര്യാസ്തമയമാകുമ്പോൾ അവൾ ജീവനോടെ ഭൂമിക്ക് മുകളിൽ ഉണ്ടാകുമോ? തീരുമാനിക്കേണ്ടത് താനാണ്. പക്ഷെ ഉറങ്ങാതെ കിടന്ന വൈക 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചു. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ മണിയൊച്ച കേൾക്കുന്നു. അവൾ ഈശ്വരിയുടെ റൂമിൻ്റെ വാതിക്കലെത്തി. അച്ചമ്മേ, വാതിലിൽ തട്ടി വിളിച്ചു. കുളി കഴിഞ്ഞ് സെറ്റ് കൊണ്ട് ധരിക്കുകയായിരുന്നു ഈശ്വരി. എന്നും പുലരും മുമ്പേ കൃഷ്ണൻ്റെ നടയിൽ തൊഴുതു നിൽക്കുന്നത് അവരുടെ ശീലമാണ്. ഈശ്വരി വാതിൽ തുറന്നു. അവൾ അമ്പരന്നു കൊച്ചുമകളെ നോക്കി. നീളം കുറഞ്ഞ മുടി കുളിപ്പിന്നലിട്ട് പിറകിൽ വിതർത്തിയിട്ടിരിക്കുന്നു. വൈക കസവിൻ്റെ വർക്കുള്ള പച്ചക്കര സെറ്റുമുണ്ടാണ് വേഷം. നീ എന്താ മോളെ ഈ വേഷത്തിൽ? അച്ചമ്മയുടെ കൂടെ ഞാനും വരുന്നു. കൃഷ്ണൻ്റെ അമ്പലത്തിൽ തൊഴാൻ. അമ്മയെ വിളിക്കാം. ഇന്നെന്താ വിശേഷം? ഒരു കേസ് സംബന്ധമായി ഇന്നൊരു പരീക്ഷണമുണ്ട് അച്ചമ്മ. അത് 100% ജയിക്കണം. അതിനെ അമ്മയും അച്ചമ്മയും എൻ്റെ ഒപ്പം നിന്ന് പ്രാർത്ഥിക്കണം. കൃഷ്ണന് ഒരു തുളസിമാലയും മുഴുക്കാപ്പും എത്തിച്ചോളാം. നിന്റെ പരീക്ഷണം 100% തന്നെ വിജയിക്കും, ഈശ്വരി പറഞ്ഞു. അച്ചമ്മയുടെ നാവ് പൊന്നായിരിക്കട്ടെ. വൈകയ്ക്ക് ഹൃദയം നൊന്തു. അവൾ കിച്ചണിലേക്ക് ചെന്നു. പതിവ് തെറ്റിക്കാതെ പുലർച്ചയ്ക്ക് മുമ്പ് തന്നെ അമ്മ ഉണർന്നിരിക്കുന്നു. ചായ കൂട്ടുന്നു. അമ്മ അതവിടെ വെക്കി, എന്നിട്ട് കുളിച്ചു വാ, നമുക്കൊരുമിച്ച് ക്ഷേത്രത്തിൽ പോകാം, അവൾ പറഞ്ഞു. ഇന്നെന്താ വിശേഷിച്ച്? നിനക്ക് ഇങ്ങനെ ഒരു പതിവില്ലല്ലോ, ദേവിക ചോദിച്ചു. അവളുടെ ഏതോ കേസ് പരീക്ഷിക്കുന്ന അല്ലെ അതിൻ്റെ ഒരു ജയിക്കുന്നതിൻ്റെ പരീക്ഷണമാണത്രേ ഇന്ന്. അതിനൊരു പ്രത്യേക വഴിപാട് കഴിക്കാണ്ടത്രേ. വൈകിയുടെ പിന്നാലെ വന്ന് ഈശ്വരി പറഞ്ഞു. നരകയറിയ മുടി കോതി തുമ്പ് കെട്ടി പിന്നോട്ടിടുകയായിരുന്നു അവർ. അമ്മയും കൂടി വന്നൊന്ന് പ്രാർത്ഥിക്കണം, വൈക പറഞ്ഞു. തിരുനടയ്ക്ക് മുമ്പിൽ നിന്ന് എൻ്റെ അമ്മ നന്നായി മനമൊരുക്കി പ്രാർത്ഥിച്ച തീർച്ചയായും രക്ഷപ്പെടും. രക്ഷപ്പെടുമെന്നോ? ആര്? അത് കേസിൽപ്പെട്ട് കിടക്കുന്ന ആൾ, വൈക തപ്പിത്തടഞ്ഞു പറഞ്ഞു. അത് ഞാൻ തന്നെയാണെന്ന് കരുതിക്കോ. എൻ്റെ മോളെ രക്ഷിക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ മതി. ശബ്ദം പതറാതിരിക്കാൻ അവൾ ശരിക്കും പരിശ്രമിച്ചു. മാള് കൈക്കൂലി കേസിൽ പെട്ടതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ തീരുമാനം ഉണ്ടാവുമായിരിക്കും, ദേവിക അങ്ങനെ കരുതി. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മോളെ. തലവഴി ഇത്തിരി വെള്ളമഴിച്ചോട്ട് ഒന്ന് കുളിച്ചു വരട്ടെ. ദേവിക വേഗം ബാത്റൂമിൽ കയറി. ഈശ്വരി പൂക്കുടയുമായി മുറ്റത്തേക്കിറങ്ങി. അവൾ വരുമ്പോഴേക്കും നമുക്ക് പൂവ് പറിക്കാം. വൈകിയും ഈശ്വരിക്കൊപ്പം ഇറങ്ങി. നേരം പുലർന്നിട്ടില്ല. മുറ്റത്തെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വിടർന്നു നിൽക്കുന്ന മുല്ലപ്പൂക്കളും റോസാപ്പൂക്കളും കാണാം. അടുത്തു തന്നെ തുളസി ചെടിയുണ്ട്. തിരുനടയിൽ ഒരു പിടി പണം വയ്ക്കുന്നതിനേക്കാൾ കൃഷ്ണൻ്റെ തൃപ്തി ഇത്തിരി തുളസിക്കതിര് വെക്കുന്നതാ, പൂക്കൾ പൊട്ടിച്ചുകൊണ്ട് ഈശ്വരി പറഞ്ഞു. വൈകിയും കുറേ തുളസിക്കതിരുകൾ പറിച്ചു. കൃഷ്ണൻ ഇന്ന് തൃപ്തിയാകണം. ദേവിക എത്തിയതോടെ മൂവരും ക്ഷേത്രത്തിലേക്ക് പോയി. നേരം പുലരാൻ തുടങ്ങുന്നു. പൊട്ടിച്ചെടുത്ത പൂക്കൾ വൈക തന്നെ കൃഷ്ണൻ്റെ തിരുനടയിൽ വെച്ച്. നിർമ്മാല്യം കഴിഞ്ഞിരിക്കുന്നു. അഭിഷേകം കഴിഞ്ഞ് തിരുമേനി വിഗ്രഹത്തിൽ
ആടയാഭരണങ്ങൾ ചാർത്തുകയാണ്. സ്വർണ്ണ അരഞ്ഞാണം, സ്വർണ്ണമാല, സ്വർണ്ണമുഖപ്പട്ട, പീലിത്തിരിമുടി, മഞ്ഞപ്പട്ടാട. കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ മോളെ രക്ഷിക്കണേ. മന്ത്രിക്കുന്നത് പോലെ അമ്മ പറയുന്നത് വൈക കേട്ടു. അമ്മ ദൈവങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കട്ടെ, മിത്രയുടെ രക്ഷയ്ക്കായി. എൻ്റെ കണ്ണാ. കൂപ്പുകരങ്ങളോടെ വൈക നിന്നു നെഞ്ചുരുക്കി പറഞ്ഞു, ഇന്ന് മിത്രയുടെ അവസാനമാകരുതേ. ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ ജീവനില്ലാത്ത ആ ശരീരം ഏറ്റുവാങ്ങാൻ എന്നോട് പറയല്ലേ. ഇന്നത്തെ പരീക്ഷണം വിജയിക്കണേ. മിത്രയെ രക്ഷിച്ചു തരണേ കൃഷ്ണ. സങ്കടം പൊട്ടി അവളുടെ മിഴികൾ നിറഞ്ഞു. കണ്ണീർ പാടയ്ക്കും അപ്പുറത്ത് കൃഷ്ണൻ്റെ വിഗ്രഹം കാണാതായപ്പോൾ അവൾ കണ്ണുകൾ തുറച്ചു. കരയേണ്ട മോളെ. ദേവിക കണ്ടു അവളുടെ ആ കണ്ണീര്. കൃഷ്ണൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഉറപ്പാ, അവൾ പറഞ്ഞു. അവൾ അമ്മയുടെ കൈത്തലം പിടിച്ചെടുത്ത് തൻ്റെ നെഞ്ചിൽ ചേർത്തു. ദേവിക അമ്പരന്നു. മകളുടെ ഹൃദയമിടിപ്പിൻ്റെ അതിവേഗത തൊട്ടറിഞ്ഞു. വാ മോളെ, വഴിപാട് എഴുതിക്കാം, ഈശ്വരി പറഞ്ഞു. മുഴുക്കാപ്പും തുളസുമാലയും മാത്രമല്ല, ഒരു ദിവസത്തെ മുഴുവൻ പൂജ കൂടി വൈക എഴുതിച്ചു. കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ. ഇലച്ചീന്തും ചന്ദനവും പൂവും ചെറിയ വാൽക്കണ്ടിയിൽ നിന്നും തീർത്ഥവും നൽകി തിരുമേനി പറഞ്ഞു. എല്ലാ വഴിപാടുകളും കഴിച്ചേക്കാം, നന്നായി പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ എല്ലാം സാധിച്ചു തരും. എല്ലാ സങ്കടവും തീർത്തു തരും. ഭഗവാൻ എല്ലാം സാധിച്ചു തരും. എല്ലാ സങ്കടവും മാറ്റിത്തരും. തിരുമേനിയുടെ വാക്കുകൾ ഭഗവാൻ നേരിട്ട് പറഞ്ഞതാണോ? തന്നെ ആശ്വസിപ്പിച്ചതാണോ? കൈവിട്ടു പോകുന്ന സ്വന്തം കൂടപ്പുറപ്പിനെ എന്നെ ഒറ്റയ്ക്കാക്കാതെ അവളെ തിരികെ തരണേ. ആവർത്തിച്ച് പറഞ്ഞിട്ടും എഴുന്നേൽക്കുമ്പോൾ അവൾക്കൊരു ആത്മവിശ്വാസം തോന്നി. മിത്രയെ നഷ്ടപ്പെടുത്താൻ വേണ്ടി തനിക്ക് ഒപ്പിടേണ്ടി വരില്ല. അമ്പാടിയിൽ തിരിച്ചെത്തിയപ്പോഴും ദേവികയ്ക്കും ഈശ്വരിക്കും അമ്പരപ്പായിരുന്നു. വൈഖ ആദ്യമായിട്ടാണ് ഇത്ര ഭക്തിയോടെ, ഇത്ര കണ്ണീരോടെ, ഇത്ര സമർപ്പണത്തോടെ കൃഷ്ണൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്. ആരെ രക്ഷിക്കാനാണ് അവളുടെ ഈ പ്രാർത്ഥന? ദേവിക ഈശ്വരിയോട് ചോദിച്ചു. ആരായാലെന്താ, ആരായാലും രക്ഷപ്പെടട്ടെ, ഈശ്വരി പറഞ്ഞു. ഉച്ചയോട് തയ്യാറായപ്പോൾ ദേവിക വൈഖയോട് പറഞ്ഞു, നമുക്ക് രേണികേച്ചിയെ കാണാൻ പോകാം മോളെ. ഞാൻ റെഡിയാമ്മേ, പോകാം, അവൾ പറഞ്ഞു. ദേവികയോടൊപ്പം ഈശ്വരിയും വൈഖയുടെ കാറിലേക്ക് കയറിയിരുന്നു. രേണുകയും പ്രതാപനും കഴിക്കാനുള്ള ഉച്ചയൂണ് ഒരു ബിഗ് ഷോപ്പറിലാക്കി മേരി കാറിനുള്ളിൽ കൊണ്ടുവന്ന് വെച്ചു. മിത്രയുടെ ലാപ്ടോപ്പ് പൊറിഞ്ഞത് വൈക ആ ബിഗ് ഷോപ്പറിനുള്ളിലേക്ക് കടത്തി. ആരും കാണാതിരിക്കാനായി ഒളിപ്പിച്ചു വെച്ചു. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ വൈക തന്നെ ആ ബിഗ് ഷോപ്പർ കയ്യിലെടുത്തു. വരൂ, ലിഫ്റ്റിനരികിലേക്ക് പോകാം. വൈക മുമ്പിൽ നടന്നുകൊണ്ട് അമ്മയോടും അച്ഛമ്മയോടും പറഞ്ഞു. ലിഫ്റ്റിൻ്റെ ബട്ടൺ ഞെക്കി അവർ കാത്തുനിന്നു. 4ാം നിലയിൽ നിന്നും ലിഫ്റ്റ് താഴെത്തി നിന്നു. അതിൽ നിന്ന് ഇറങ്ങിയതോ ഡോക്ടർ വിനീഷ് നാഥൻ. വൈകിയും അമ്മമാരും ലിഫ്റ്റിലേക്ക് കയറി. ലിഫ്റ്റ് മുകളിലേക്ക് വരുമ്പോൾ ഡോക്ടർ വിനീഷിനെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. വൈഗ IPS ഇന്നെന്തിനു വന്നു? 215ലേക്കാണോ? രശ്മിയെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്യണം. വിനീഷ് വേഗം സ്റ്റെയർ കേസ് കയറി. ലിഫ്റ്റിൽ നിന്നിറങ്ങിയ വൈഖിയും അമ്മമാരും റൂം നമ്പർ 215ലേക്ക് കയറുന്നത് വിനീഷ് ശ്രദ്ധിച്ചു. എന്നിട്ട് അയാൾ വേഗം താഴെ OP കൗണ്ടറിലെത്തി. ശില്പ കൗണ്ടറിൽ തന്നെയുണ്ട്. ഡോക്ടർ അനിൽരാജിന് ഇന്നെത്ര പേഷ്യൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? വിനീഷ് വെറുതെ ചോദിച്ചു. ശില്പ കമ്പ്യൂട്ടറിലെ രജിസ്റ്ററിൽ നോക്കി. ഡോക്ടർ വിനീഷിൻ്റെ നോട്ടം മോണിറ്ററിലേക്ക് നീട്ടു. ഇന്ന് ഒറ്റ പേഷ്യൻ്റേ ഉള്ളൂ സാർ. വേറെ ആർക്കും അപ്പോയിൻമെൻറ്റ് കൊടുക്കണ്ടെന്ന് അനിൽ സാർ പറഞ്ഞിട്ടുണ്ട്. വിനീഷിൻ്റെ മിഴികൾ ആ ഒറ്റയാളുടെ പേര് കൃതിയിൽ വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. ഷാനു പ്രസാദ്. ഡോക്ടർ വിനീഷ് ഗൂഢമായെന്ന് ചിരിച്ചു. എന്നിട്ട് മാറി നിന്നു. രശ്മി. കണ്ണുകളിൽ കാന്തരശ്മിയുള്ള പെണ്ണ്. അഴക് കൃത്യമായി റോഷോയിൽ ചേർത്ത അവയവ സൃഷ്ടികൾ. കൈക്കുള്ളിലാക്കാൻ ഒരുപാട് പാടുപെട്ടതാണ്. ഒടുവിൽ മടുത്തിട്ട് പോന്നു. ഉപേക്ഷിച്ചതുമാണ്. പക്ഷേ ഇപ്പോഴിതാ കിളി പാറി വരുന്നു മടിത്തട്ടിലേക്ക്. ഉള്ളം കൈക്കുള്ളിലെടുത്ത് ഓമനിക്കാൻ കിട്ടുന്ന അസുലഭ ഭാഗ്യം. അതിനുവേണ്ടി അവൾ പറയുന്നത് എന്തും ചെയ്യും. വിനീഷ് മൊബൈലിൽ രശ്മിയുടെ നമ്പർ എടുത്തു. രശ്മി, വൈഗ IPS ലാൻഡ് ചെയ്തിട്ടുണ്ട്. 215ലേക്ക് കയറി. ഇന്ന് 2:30 ആ ഷാനു പ്രസാദിന് ഡോക്ടർ അനിൽരാജിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അവർ രണ്ടാളും വരുന്നത് 2 പേരെ കാണാനാണ്. പക്ഷെ വരുന്ന സമയം ഏതാണ്ട് ഒന്ന് തന്നെയല്ലേ? രശ്മി ചോദിച്ചു. അതേടി, ഞാൻ എന്തായാലും വരുവാടാ. വലവീശിപ്പോയില്ലേ? തപ്പി നോക്കാം എന്തായാലും തടയുമെന്ന്. നീ വാ. വിനീഷിനും ഉത്സാഹമായി. രശ്മി വന്നു. അവളും
വിനീഷും കൂടി ആവുന്നത്ര ശ്രദ്ധയോടെ വീക്ഷിച്ചു. വൈഗ 215 തന്നെയുണ്ട്. ഷാനുപ്രസാദിനെയും കൂട്ടി പ്രസാദ് പത്തനാടനും ഓമനയും എത്തി. ഇരുവരും പുറത്തിരുന്നു. ഷാനുവിനെ ഡോക്ടർ അകത്തേക്ക് വിളിച്ചു. 1 മണിക്കൂർ രശ്മിയും വിനീഷും കാത്തിട്ടും അതേപടി തന്നെ. സ്ഥിതിഗതിക്ക് ഒരു മാറ്റമില്ല. IPSും അമ്മമാരും കൂടി ആ സ്ത്രീയെ കാണാൻ വന്നത് തന്നെയാണ്. വിനീഷ് പറഞ്ഞു. നീ വെറുതെ സംശയിക്കാണ്. 1/2 മണിക്കൂർ കൂടി നീങ്ങി പെട്ടെന്ന് അവർ കണ്ടു. 215 ഡോർ തുറന്ന് വൈഗ ഇറങ്ങുന്നു. വരാന്തയിലൂടെ നീങ്ങുന്നു. ഇരുവരും അവളറിയാതെ ജാഗ്രതയോടെ പിന്തുടർന്നു. വൈഗ ചെന്ന് കയറിയത് ഡോക്ടർ ഹരിലാലിൻ്റെ മുറിയിലേക്കാണ്. ഷേ, വിനീഷ് പറഞ്ഞു. നിന്റെ ശത്രു ആ IPS ഹരിസാറിനെ കാണാൻ പോയതാ. ആ രേണുക പ്രതാപൻ്റെ അസുഖത്തെക്കുറിച്ച് സംസാരിക്കാം. നീ വെറുതെ സംശയിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ. രശ്മി മിണ്ടിയില്ല. പക്ഷെ അവൾ പല്ല് കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. വൈഗ ഡോക്ടർ ഹരിലാലിൻ്റെ റൂമിലേക്ക് കയറിയത് മനഃപൂർവ്വമാണ്. രശ്മിയും വിനീഷും വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ. അവിടെ നിന്നും അവൾ നേരെ പോയത് മിത്ര കിടക്കുന്ന ICUവിലേക്കാണ്. അവിടെ ഡോക്ടർ അനിൽ രാജനും ഷാനു പ്രസാദും ഉണ്ടായിരുന്നു. മിത്ര അതേപടി കിടക്കുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിയതോടെ ബിഗ് ഷോപ്പറിൽ വെച്ചുകൊണ്ടുവന്ന മിത്രയുടെ ലാപ്ടോപ്പ് വേഗം വൈഗ ഡോക്ടറുടെ അടുത്തെത്തിച്ചിരുന്നു. ഡോക്ടറും ഷാനുവും കൂടി അത് ഓപ്പൺ ചെയ്യുകയും അതിലുള്ള ഫയലുകൾ സ്റ്റഡി ചെയ്യുകയും ചെയ്തു. നമുക്കാദ്യം NITയിൽ നടന്ന രാഗം ഫെസ്റ്റിവൽ അതിൻ്റെ കുറച്ച് വീഡിയോ കവറേജ് മിത്രയെ കേൾപ്പിക്കാം. വൈഗയെ കണ്ടതോടെ ഡോക്ടർ അനിൽ രാജൻ പറഞ്ഞു. ശരി ഡോക്ടർ, വൈഗ പറഞ്ഞു. കൂടെ ആ സീന ജെയിംസിൻ്റെ സ്റ്റേജ് പ്രോഗ്രാം 1-2 തവണ ആവർത്തിക്കാം. എന്താ, ഓക്കെ അല്ലേ? ആയിക്കോട്ടെ ഡോക്ടർ. എന്താ മാഡത്തിനൊരു മൂഡ് ഓഫ്? ഡോക്ടർ ചോദിച്ചു. വൈഗയുടെ മുഖത്ത് മ്ലാനതയായിരുന്നു. അത് വൈഗയ്ക്ക് പെട്ടെന്ന് നെഞ്ചു നേറി. 4-5 മുറികൾക്കപ്പുറത്ത് അമ്മയും അച്ഛമ്മയുണ്ട്. ഇവിടെ ഇവളിങ്ങനെ കിടക്കുന്നതറിയാതെ. ഹലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ അധ്യായം ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഇതിൻ്റെ തുടർഭാഗങ്ങളുമായിട്ട് നാളെ നമ്മൾ വീണ്ടും വരും. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്കും കമൻറ്റും ഒക്കെ ആവശ്യത്തിനിട്ടുള്ളൂ. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.